ഗുരുജനങ്ങൾക്ക്, സജ്ജനങ്ങൾക്കും, എൻ്റെ കൊച്ചു കൂട്ടുകാർക്കും വിനീതമായ നമസ്കാരം. പണ്ട് ഭദ്രാചലം എന്നൊരു രാജ്യമുണ്ടായിരുന്നു. വളരെ ചെറുപ്പക്കാരനും വൈദഗ്ധ്യമുള്ളതുമായ ഒരു ചിത്രകാരൻ ജയന്തൻ ഉണ്ടായിരുന്നു. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ വളരെ പ്രശസ്തി നേടിയ ജയന്തനെ കൊട്ടാരത്തിലെ ചിത്രകാരനായി രാജാവ് നിയോഗിച്ചു. കൊട്ടാരത്തിലെ മറ്റെല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ രാജാവിനും ജയന്തനോട് വളരെ സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്നു. പല സമയങ്ങളിലും രാജാവ് ജയന്തനുമായി ആത്മീയ കാര്യങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നു. തർക്കങ്ങളും ഉണ്ടാകാറുണ്ട്. ഒരിക്കൽ അത്തരത്തിലൊരു സംസാരവേളയിൽ രാജാവ് പറയുകയുണ്ടായി, ഈശ്വര ചൈതന്യമുള്ള എത്രയോ സൃഷ്ടികൾ ഞാൻ കണ്ടിട്ടുണ്ട്, എന്നാൽ മനുഷ്യൻ്റെ സൃഷ്ടിയിൽ മാത്രം ഈശ്വര ചൈതന്യം ഉള്ളതായി ഞാനിതുവരെ കണ്ടിട്ടില്ല. ജയന്തൻ അതിന് വിനയമായി തന്നെ എതിർത്തു. ഭഗവാന്റെ മറ്റ് സൃഷ്ടികളിൽ ഈശ്വര ചൈതന്യമുള്ളതുപോലെ ഈശ്വര ചൈതന്യത്തോടു കൂടി തന്നെയാണ് എല്ലാ മനുഷ്യരെയും സൃഷ്ടിക്കപ്പെടുന്നത് എന്നായി ജയന്തൻ. അവർ തമ്മിൽ ചെറിയൊരു തർക്കമായി. രാജാവ് പറഞ്ഞു, ജയന്ത, മാർഗഴി മാസത്തിൽ മഹാറാണിയുടെ പിറന്നാളാണ്. അങ്ങനെയാണെങ്കിൽ ജയന്തന് ഈശ്വര ചൈതന്യമുള്ള ഒരാളെ കണ്ടുപിടിച്ച് ആ ദിവസം മഹാറാണിക്ക് സമ്മാനം നൽകുന്നതിനായി നല്ലൊരു ചിത്രം വരയ്ക്കാമോ എന്നായി. ജയന്തൻ ആ വെല്ലുവിളി അക്ഷരാർത്ഥത്തിൽ ഏറ്റെടുത്തു. ഇനിയും 6 മാസമുണ്ടല്ലോ, തീർച്ചയായും എന്ന് ജയന്തൻ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ഈശ്വര ചൈതന്യമുള്ളൊരു മനുഷ്യനെ അന്വേഷിച്ച് ജയന്തൻ അമ്പലങ്ങളിലും ആശ്രമങ്ങളിലും ഉത്സവങ്ങളിലും മേളകളിലും നാടും നഗരവും കാടും എല്ലാം ചുറ്റി സഞ്ചരിച്ചു. ഒടുവിൽ ഒരു കുന്നിൻ്റെ താഴ്വരയിലുള്ള പുൽമേട്ടിൽ പശുക്കളെ മേയ്ക്കുന്ന ഒരു യുവാവിനെ കണ്ടു. ഒറ്റ നോട്ടത്തിൽ തന്നെ ജയന്തന് ആ യുവാവിൽ വളരെ ആകർഷണീയത തോന്നി. താൻ അന്വേഷിച്ച് നടന്നതുപോലെ സൂര്യ തേജസ്സോടുകൂടിയുള്ള മുഖം, വിടർന്ന കണ്ണുകൾ, തിളങ്ങുന്നു. വിസ്മയരവതനായി എപ്പോഴും കാണപ്പെട്ട ആ യുവാവ് തികച്ചും ഈശ്വര ചൈതന്യമുള്ള ഒരു മനുഷ്യനാണെന്ന് ജയന്തൻ ബോധ്യമായി. ജയന്തൻ ആ യുവാവിനെ സമീപിച്ചു. യുവാവിന് പരിദോഷങ്ങൾ നൽകി യുവാവിനെ മോഡലായിട്ടിരുത്തി ഒരു ചിത്രം വരച്ചു. അക്ഷരാർത്ഥത്തിൽ യുവാവിന് തന്നെ അത് കണ്ടപ്പോൾ അതിശയം തോന്നി. താൻ കടലാസിന് മുകളിൽ കയറി ഇരിക്കുകയാണോ എന്ന് പോലും ആ യുവാവിന് തോന്നി. അത്രയ്ക്ക് മനോഹരമായിരുന്നു തന്നെ പറിച്ചു നട്ടതുപോലുള്ള ആ ചിത്രം. ആ ചിത്രവുമായി ജയന്തൻ കൊട്ടാരത്തിൽ മടങ്ങിയെത്തി രാജാവിനെ കാണിച്ചു. രാജാവും അതിന് അത്ഭുതസ്തബ്ധനായിപ്പോയി. തികച്ചും ഈശ്വര ചൈതന്യമുള്ള ഈശ്വരനെ പോലുള്ള ഒരു രൂപം. അദ്ദേഹം അത് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് റാണിയുടെ പിറന്നാളിന് റാണിക്ക് സമ്മാനിച്ചു. ഈ ചിത്രത്തിൻ്റെ കോപ്പികൾ ധാരാളം പ്രചരിച്ചു. അങ്ങനെ ഇത് ജയന്തൻ്റെ ഒരു മാഗ്നം ഓപ്പസ് ആണെന്ന് തന്നെ പറയത്തക്ക വിധത്തിൽ വളരെ പ്രശസ്തമാണ്. അങ്ങനെ നാളുകൾ കഴിഞ്ഞു പോയി, മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു. 20 വർഷത്തിന് ശേഷം ഇതേ ജയന്തൻ വിചാരിച്ചു, ഇപ്രാവശ്യവും നല്ലൊരു സൃഷ്ടി നടത്തണം. അതിനായി ജയന്തൻ തിരഞ്ഞെടുത്തത് ഒരു ചെകുത്താൻ്റെ ചിത്രമായിരിക്കണം എന്നതാണ്. അയാൾ ഇതുപോലെ തന്നെ ചെകുത്താനെ പോലിരിക്കുന്ന ഒരു മോഡലിനെ തിരഞ്ഞ് നടക്കാൻ തുടങ്ങി. നാടും നഗരവും ചുറ്റി നടന്നു. കാടും മേടും കയറി. വേശ്യാലയങ്ങൾ, ചൂതാട്ട കേന്ദ്രങ്ങൾ, മദ്യശാലകൾ എന്നുവേണ്ട എല്ലായിടത്തും കയറി. അവസാനം
ഒരു ജയിലിൽ ചെന്നപ്പോൾ അവിടെ ഒരു കുറ്റവാളിയെ കണ്ടു. ഒറ്റ നോട്ടത്തിൽ തന്നെ വളരെ ഭീവത്സമായൊരു, തികച്ചും ചെകുത്താനാണെന്ന് തോന്നിപ്പോകും. അയാളുടെ കണ്ണുകളിൽ പുച്ഛവും വൈരാഗ്യവും ജ്വലിക്കുന്നുണ്ടായിരുന്നു. മുഖം അമാവാസി ബാധിച്ചതുപോലെ ശോകം ആയി ഇരുണ്ട. തീർച്ചയായിട്ടും ഇത് ഒരു ചെകുത്താൻ്റെ പ്രതിനിധി തന്നെയാണ്. അയാൾ ജയിലറെ സമീപിച്ചു. ജയിലറിൽ നിന്നും സമ്മതം വാങ്ങി. തുടർന്ന് ഈ പ്രതിയെ അടുത്ത് തൻ്റെ ആഗ്രഹം അറിയിച്ചു. 4 കൊലപാതകങ്ങൾ നടത്തി അടുത്തയാഴ്ച വധശിക്ഷ ഏറ്റുവാങ്ങാനായി കഴിയുന്ന പ്രതി സമ്മതിച്ചു. അങ്ങനെ ജയന്തൻ അയാളുടെയും മനോഹരമായ ഒരു ചിത്രം വരച്ചു. ഇത് ദൈവത്തിന് പൂരകമായി, അല്ലെങ്കിൽ അവ രണ്ടിലും ഏതാണ് മെച്ചപ്പെട്ട സൃഷ്ടി എന്ന് പറയാൻ പറ്റാത്ത വിധത്തിൽ തന്നെ അതിഗംഭീരമായിട്ട് തന്നെ ജയന്തൻ അത് വരച്ചു തീർത്ത ജയന്തൻ 20 വർഷം മുമ്പേ വരച്ച ദൈവത്തിൻ്റെ ചിത്രവും ഇപ്പോൾ വരച്ച പിശാചിൻ്റെ ചിത്രവും ചെകുത്താൻ്റെ ചിത്രവും അടുത്തടുത്ത് വച്ച് നോക്കിക്കണ്ടു. അവ പരസ്പരം പൂരകം തന്നെ. ഈ സമയം ജയിലറയ്ക്കുള്ളിൽ നിന്നും ഒരു തേങ്ങലും കരച്ചിലും കേട്ടു. ജയന്തൻ അയാളോട് ചോദിച്ചു, എന്തുപറ്റി? ഈ ചിത്രങ്ങൾ താങ്കളെ അസ്വസ്ഥനാക്കുന്നുണ്ടോ? എന്താണ് സംഭവിച്ചത്? അപ്പോൾ ആ തടവുപുള്ളി പറഞ്ഞു, ഞാൻ ഇന്നലെ വരെ വീർപ്പുമുട്ടുകയായിരുന്നു. എനിക്കിന്നത് പറയാതിരിക്കാൻ വയ്യ. 20 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ് ദൈവത്തിനെ വരച്ചത് എന്നെ നോക്കിയായിരുന്നു. സ്വർഗത്തിലായിരുന്ന ഞാൻ എത്ര കീഴ്പോട്ടാണ് പതിച്ചത് എന്ന് പറഞ്ഞ് അയാൾ ആ അഴിയുടെ കമ്പികളിൽ തലതെല്ലി കരയുവാൻ തുടങ്ങി. ജയന്തൻ മനോഹരമായ ഈ 2 ചിത്രങ്ങളുമായി മടങ്ങി. അദ്ദേഹം രണ്ടാമത്തെ ചിത്രവും രാജാവിനെ കാണിച്ചു. രാജാവിനും അത് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. തികച്ചും ചെകുത്താൻ്റെ രൂപം. അതിൻ്റെയും പതിപ്പുകൾ, കോപ്പികൾ ധാരാളം വിറ്റുപോയി. അതും 20 വർഷത്തിന് ശേഷം ഉണ്ടായ മറ്റൊരു മാഗ്നം ഓപ്പസ് രചനയായിരുന്നു ജയന്തൻ്റെ. മനുഷ്യൻ ഈശ്വരചൈതന്യത്തോടുകൂടി ജനിക്കുന്നുവെങ്കിലും അവൻ്റെ സ്വാർത്ഥതയും അഹങ്കാരവും ദുർചിന്തകളും അവനെ ഇത്ര പെട്ടെന്നാണ് രാക്ഷസനാക്കി അല്ലെങ്കിൽ ചെകുത്താനാക്കി മാറ്റുന്നത് എന്ന ഗുണപാഠമാണ് ഈ കഥയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. മറ്റൊരു കഥയുമായി ഞാൻ നിങ്ങളെ വീണ്ടും കാണുന്നതുവരെ ഞാൻ രാകേഷ് ചീമര വിടവാകുന്നു. സ്വസ്തി പ്രജ്ഞാഭ്യ പരിപാലയാന്ത നായേണ മാർഗീണ മുഖ്യമോ ബ്രഹ്മണേഭ്യോ സുഖമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ.